ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചിന്ന ചിന്ന ആസി എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വാരണാസിയാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടേക്ക് വരുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലാണ് നമ്മുടെ നായികയായ ലൈലയുള്ളത്. അതേ വാരണാസിയിൽ തന്നെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ വന്ന മാധവൻ എന്നൊരു അധ്യാപകൻ. ലീല തന്റെ ഗ്രൂപ്പിന്റെ കൂടെ വാരണാസിയിലെ പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ലീല അവരിൽ നിന്നെല്ലാം കൂട്ടം തെറ്റി ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മാധവനോട് ഒരു ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ആ സ്ത്രീ കുറച്ചു നേരമായിട്ട് കരയുകയാണ്, അവരെ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടുകാരിയാണെന്ന് തോന്നുന്നുവെന്ന്. അങ്ങനെ നമ്മുടെ മാഷു പോയി ലീലയോട് സംസാരിക്കുന്നു. എന്തിനാ കരയുന്നേ, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലീല വീണ്ടും വീണ്ടും കരയുന്നു. കൂട്ടം തെറ്റി പോയതാണെന്ന് മാധവന് മനസ്സിലായി. കൂടാതെ ലീലയുടെ ഫോണും പേഴ്സും എല്ലാം തന്നെ ഏതോ കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെ മാധവൻ ലീലയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സംസാരിച്ചപ്പോൾ ലീല ഒരു തമിഴ്നാട്ടുകാരിയാണെന്ന് മനസ്സിലായി. തഞ്ചാവൂരായിരുന്നു ലീലയുടെ വീട്. ആദ്യമൊക്കെ തന്നെ ലീല പേടിയോടുകൂടിയാണ് മാധവനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ലീലയ്ക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരെയും തന്നെ പരിചയമില്ല, സ്വന്തം ഫോൺ നമ്പരും ഓർമ്മയില്ല, താമസിച്ചിരുന്ന ഹോട്ടലും ഓർമ്മയില്ല. തൽക്കാലം ലീലയെ അവിടുത്തെ തമിഴ് അസോസിയേഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി പേരും വിവരമൊക്കെ കൊടുത്തിട്ട് അസോസിയേഷൻ വഴി ലീലയെ കൊണ്ടുവന്ന ആൾക്കാരെ അന്വേഷിക്കാൻ മാധവൻ തീരുമാനിക്കുന്നു. പോകുന്ന വഴിക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ലീലയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഒരു വഴിയോര കടയിൽ കയറി. എന്നാൽ അവിടുത്തെ വൃത്തിയില്ലായ്മയൊക്കെ കണ്ടിട്ട് ലീലയ്ക്ക് ഒരു വല്ലായ്മ തോന്നി. അത് മനസ്സിലാക്കി മാധവനാകട്ടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലിലേക്ക് ലീലയെ കൊണ്ടുപോകുന്നു. ഇടയ്ക്കൊക്കെ മാധവൻ അവിടെ വരാറുണ്ട്. എന്നാൽ ലീലയുമായിട്ട് മാധവൻ അവിടെ ചെന്നതും അവിടെയുള്ള ആൾക്കാര് മാധവനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വൈഫാണോ എന്ന്. അല്ല എന്ന് മാധവൻ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ലീലയ്ക്കും ഒരു വല്ലായ്മയുണ്ടായിരുന്നു. ആഹാരം കഴിക്കാൻ ചെന്നിരിക്കുമ്പോഴും എന്ത് വേണമെന്നൊന്നും തന്നെ ലീല പറഞ്ഞില്ല. ലീലയ്ക്ക് വേണ്ടി മസാല ദോശ മാധവൻ തന്നെ ഓർഡർ ചെയ്തു. താൻ ഇവിടെ തന്റെ മകൾ ജാനകിയുടെ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവര് നിങ്ങളെ കണ്ടപ്പോൾ എന്റെ ഭാര്യയായിട്ട് തെറ്റിദ്ധരിച്ചതെന്ന് മാധവൻ പറയുന്നു. അയാളുടെ മകൾ ജാനകി ഇവിടെ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ കഥക് ഡാൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയായിരുന്നു. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാൻ മാധവൻ ഇങ്ങനെ ഇവിടെ വരാറുണ്ട്. മകളുടെ ഹസ്ബൻഡ് UK-ലാണ്. മാധവ ഇങ്ങനെ ഓരോന്ന് ലീലയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലീല പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന്. ലീലയ്ക്ക് താൻ സംസാരിക്കുന്നത് അധികം ഇഷ്ടപ്പെട്ടില്ല എന്ന് മാധവന് തോന്നി. അങ്ങനെ ആഹാരം കഴിച്ചിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. നിങ്ങളുടെ ഗ്രൂപ്പ് എന്തായാലും വൈകുന്നേരം ഗംഗാരതി കാണാൻ വരുമെന്ന് മാധവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരതി സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലീല പറയുന്നുണ്ട്, നാളെ രാവിലെ ട്രെയിൻ ഉണ്ട്, അതിൽ പോകാമെന്നാ പറഞ്ഞിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആരതി സമയത്ത് അവരെ കണ്ടുമുട്ടിയില്ലെങ്കിലും രാവിലെ സ്റ്റേഷനിൽ വെച്ച് എന്തായാലും അവരെ കാണാൻ പറ്റുമെന്ന് മാധവൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും തൽക്കാലം തമിഴ് അസോസിയേഷനിൽ പോയി കാര്യമൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ ലീലയും കൂട്ടി മാധവൻ പോയി. പേരും വിവരമൊക്കെ കൊടുത്തിട്ട് ലീലയെ അവിടെ ഇരുത്തിയിട്ട് വേറെന്തോ ഒരു ജോലിക്ക് മാധവൻ പുറത്തേക്ക് പോയി. എന്നാൽ അസോസിയേഷനിൽ ആളാകട്ടെ ലീലയെ എങ്ങനെങ്കിലും വളച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ലീലയോട് റൊമാന്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. മാധവൻ വന്നു കയറുമ്പോൾ ഇതൊക്കെയാണ് കേൾക്കുന്നത്. അത് കാരണം ലീലയെ അവിടെ അധികം നേരം ഇരുത്താതെ മാധവൻ ലീലയും കൂട്ടി അവിടെ നിന്നും പോയി. ലീലയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വൈകുന്നേരം ആരതിക്ക് വരുമ്പോൾ അവരെ കണ്ടുപിടിക്കാമെന്ന് കരുതിയിരിക്കുകയല്ലേ ഇവർ. അപ്പോൾ അത്രയും സമയം ഇവരുടെ മുന്നിലുണ്ട്. വാരണാസിയിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിരുന്നു. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയൊന്നും അല്ലാന്ന് തോന്നുന്നുവെന്ന് ലീല പറയുന്നു. അത് വാരണാസി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നാണ് മാധവൻ പറയുന്നത്. ഇത്രയും സമയമുള്ള സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ വാരണാസിയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് മാധവൻ പറയുന്നുണ്ട്. ലീലയ്ക്കും അത് സമ്മതമായിരുന്നു. ജാനകിയുടെ ഡാൻസിനെ പറ്റിയൊക്കെ മാധവൻ സംസാരിക്കുമ്പോൾ ലീല പറയുന്നുണ്ട്, എനിക്കും ഡാൻസ് ഒരുപാട് ഇഷ്ടമാണെന്ന്. വിവാഹത്തിനു മുമ്പ് ലീലയും ഡാൻസ് കളിച്ചിരുന്നു. എന്നാൽ വിവാഹശേഷം ലീലയുടെ ഹസ്ബൻഡ് അതിനൊന്നും സമ്മതിച്ചില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലീലയും മാധവനും പരസ്പരം തങ്ങളുടെ കഥകൾ പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ലീലയുടെ ഹസ്ബൻഡ് 1.5 വർഷം മുമ്പ് മരിച്ചുപോയതാണ്. ലീലയെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് ഓൾറെഡി ഒരു മകനുണ്ടായിരുന്നു. തന്റെ വൈഫ് മരിച്ച സ്ഥിതിക്ക് മകനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ലീലയെ അയാൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ടൊരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹവും ലീലയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനെ നോക്കുന്ന ആയെ പോലെയായിരുന്നു ലീല ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. മകൻ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സെറ്റിൽഡ് ആണ്. ലീല ഇപ്പോൾ നാട്ടിൽ തനിച്ചായിരുന്നു. അയൽ വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു ലീലയുടെ കൂട്ടുകാരി. ആ പെൺകുട്ടിയാണ് ലീലയ്ക്ക് വാരണാസി യാത്രയൊക്കെ ഒരുക്കി കൊടുത്തത്. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ലീല അങ്ങനെ എങ്ങും തന്നെ പോയിട്ടില്ല. മാധവൻ ലീലയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നു. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ലീല പറയുന്നു. അത് കേട്ടതും മാധവൻ ലീലയ്ക്ക് അതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. മാധവൻ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെന്നും മകളും ഭർത്താവും തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ടെന്നും മാധവൻ പറയുന്നു. അതിനിടയ്ക്ക് മാധവനെ ജാനകി വിളിക്കുന്നുണ്ട്. പിറ്റേന്ന് ജാനകിയുടെ ജന്മദിനമാണ്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ റെഡിയാക്കിയും വേണം. ആ സമയം ലീലയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ലീലയെ കാണാതായിട്ടുണ്ടെന്ന്. ലീല എവിടെ പോയെന്ന് അന്വേഷിച്ച് അവരും ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. മാധവൻ ലീലയും കൊണ്ട് പിന്നെയും സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. പോകുന്ന വഴിക്ക് തന്റെ മകൾക്ക് കൊടുക്കാൻ ഒരു സാരി വാങ്ങണം, അതൊന്ന് സെലക്ട് ചെയ്ത് തരാമെന്ന് ലീലയോട് ചോദിക്കുന്നു. തഞ്ചാവൂരുകാരിയായ ലീലയ്ക്ക് സാരിയിൽ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ കിട്ടുന്ന ഒരു കടയിലാണ് ഇവർ കയറിയത്. ജാനകിക്ക് വേണ്ടി ഒരു സാരി ഇവർ സെലക്ട് ചെയ്തു. എക്സ്ട്രാ ഒരെണ്ണം ഫ്രീ കിട്ടുന്നത് കൊണ്ട് അത് ലീല എടുത്തു
കൊള്ളാൻ മാധവൻ പറയുന്നുണ്ട്. അങ്ങനെ ലീല അവിടെ വെച്ചൊരു സാരി എടുക്കുന്നു. അത് ഉടുത്തുകൊണ്ടുവന്ന് മാധവനെ കാണിക്കുന്നു. ലീലയെ അങ്ങനെ കണ്ടപ്പോൾ മാധവന് ലീലയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പുറത്തു പോയി കുറച്ച് മുല്ലപ്പൂ വാങ്ങി ലീലയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു. എന്നാൽ ആ സമയം ലീലയ്ക്ക് ഒരു വല്ലായ്മ തോന്നി. ആ കടക്കാരി അത് ലീലയുടെ തലയിൽ വെച്ചു കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ലീലയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് മാധവൻ ശ്രദ്ധിച്ചു. തനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു ലീലയുടെ സംസാരം. ലീല സ്പീഡിൽ മുന്നോട്ട് നടക്കുന്നു. അതിനിടയ്ക്ക് ജാനകി വിളിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങോട്ടെന്നെ കാണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി, ആ ഫ്രണ്ടിന്റെ കൂടെയാ ഞങ്ങളിപ്പോ ആഹാരം കഴിക്കാൻ പോകുക, നമുക്ക് പിന്നെ കാണാമെന്ന്. ജാനകിക്ക് എന്തൊക്കെയോ സംശയം തോന്നി. തൽക്കാലം മാധവൻ ഫോൺ വെച്ചു. നാളത്തേക്ക് കുറച്ച് ഫുഡ് ഏർപ്പാടാക്കാൻ പോകണം, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ലീലയോട് മാധവൻ ചോദിച്ചതും ലീല പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് സോറി പറയണമെന്ന്. അത് കേട്ട ഉടനെ മാധവൻ സോറി എന്ന് പറഞ്ഞു. പിന്നെ പിണക്കമൊന്നുമില്ലാതെ ലീല മാധവന്റെ കൂടെ നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് തളർന്നത് കാരണം അവർ കുറച്ചുനേരം ഒരിടത്തിരിക്കുന്നു. ആ സമയം അവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ലീല മാധവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് വഴക്കിടാറുണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മാധവൻ പറയുന്നത്. 4 വർഷം പ്രണയിച്ചാണ് മാധവൻ തന്റെ വൈഫിനെ വിവാഹം കഴിച്ചത്. 7 മാസം ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. പിന്നീട് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാനകിയെ പ്രസവിച്ചതോടുകൂടി മാധവന്റെ വൈഫ് മരിച്ചു. അതിനുശേഷം അയാൾ മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷേ ലീലയുടെ ജീവിതം മറ്റൊന്നായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ സ്നേഹവും കിട്ടിയില്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും കഴിഞ്ഞില്ല. ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയുടെ ആയയെ മാത്രം ജീവിച്ചു. എന്താണെങ്കിലും സംസാരിച്ച് അവർ ആഹാരത്തിന് ഓർഡർ കൊടുക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്നും ലീലയ്ക്ക് ബിരിയാണിയും മാധവൻ വാങ്ങിക്കൊടുക്കുന്നു. അതിനിടയ്ക്ക് ജാനകിയെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ജാനകിയുടെ ലീലയെപ്പറ്റി എല്ലാ കാര്യങ്ങളും മാധവൻ തുറന്നു പറയുന്നു. മാധവന്റെ സംസാരത്തിൽ നിന്നും ജാനകിക്ക് മനസ്സിലായി മാധവന് ലീലയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയെന്ന്. അച്ഛൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ആന്റിയെ തന്നെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ തന്നെ നടത്തിത്തരാമെന്നൊക്കെ ജാനകി പറയുന്നു. എന്നാൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലാന്ന് മാധവൻ ജാനകിയോട് പറയുന്നു. അതിനുശേഷം ബന്ധുക്കൾ ഉണ്ടായിട്ടും അനാഥരെ പോലെ വന്നു കിടക്കുന്ന ഒരുപാട് പേർ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ലീലയും മാധവനും പോകുന്നു. ലീലയ്ക്ക് അതൊക്കെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. ജാനകിയെ പറ്റി സംസാരിക്കുമ്പോൾ ലീലയ്ക്ക് ജാനകിയെ കാണാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവർ നടന്നു പോകുന്ന വഴിക്ക് ലീലയുടെ കൈതട്ടി അറിയാതെ എതിരെ വന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ചിതാഭസ്മം താഴെ വീണു. അയാൾ ആകെ സങ്കടത്തില് പെട്ടെന്ന് അതെല്ലാം പെറുക്കിക്കൂട്ടി അവിടെ നിന്നും നടന്നു പോകുന്നു. ലീലയ്ക്കും ആകെ വിഷമമായി. ലീലയും മാധവനും അയാളോട് പോയി സംസാരിക്കുന്നു. അറിയാതെ കൈതട്ടി വീണതാണെന്ന് പറഞ്ഞ് ലീല ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അയാൾ ആകെ സങ്കടത്തിലായിരുന്നു. ലീലയെ അടിമുടി നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്റെ വൈഫിന് സാരി ഉടുത്ത് ട്രാവൽ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അതിലവൾ ഒട്ടും കംഫർട്ടബിളും ആയിരുന്നില്ല. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി അയാളുടെ വൈഫാണ് മരിച്ചിരിക്കുന്നതെന്ന്. അയാൾ തന്റെ വൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നു. വിവാഹശേഷം അവർ രണ്ടുപേരുടെയും ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. അവർ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അയാളുടെ വൈഫ് പ്രഗ്നന്റ് ആയി. പക്ഷേ കുഞ്ഞ് ജനിച്ച ശേഷം വൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിനും ഏതിനും ദേഷ്യം. കുഞ്ഞിന് അസുഖം വന്നാൽ പോലും ചിലപ്പോൾ നോക്കാറില്ല. ഇയാൾ ഓഫീസിലായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ കുഞ്ഞ് കിടന്ന് കരയുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഫോൺ ചെയ്യും. എല്ലാ പ്രഷറും കൂടെ ആയപ്പോൾ ഇയാൾക്കും താങ്ങാൻ പറ്റിയില്ല. ഒരു ദിവസം വൈഫിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ആ സങ്കടത്തില് ഇയാളുടെ വൈഫ് ആത്മഹത്യ ചെയ്തു. പക്ഷെ പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത് തന്റെ വൈഫിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നുവെന്ന്, അവൾക്ക് സുഖമില്ലായിരുന്നുവെന്ന്. അത് മനസ്സിലാക്കാൻ അയാൾ ഒരുപാട് വൈകിപ്പോയിരുന്നു. ഇപ്പോൾ അതിന്റെ കുറ്റബോധമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. മാധവനും ലീലയും അയാളെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. വൈഫിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ അയാളുടെ കൂടെ നിന്നു. ആ സമയം അസോസിയേഷനിൽ നിന്നും മാധവന് കോള് വരുന്നുണ്ട്. ലീലയുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും മാധവനാകെ വല്ലാതെയായി. ലീല ഇപ്പോൾ പോവുകയാണല്ലോ എന്ന് ആലോചിച്ച് തന്റെ ഗ്രൂപ്പിലെ ആളുകളെ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ലീലയ്ക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അവര് നിൽക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് മാധവൻ പറഞ്ഞപ്പോൾ ലീല പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ലാന്ന്. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് അവർ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ തെറ്റിദ്ധരിക്കും, എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയും. ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ച കാശെല്ലാം ഞാൻ നാട്ടിൽ ചെന്നിട്ട് അയച്ചു തരാം. ലീല അങ്ങനെ പറഞ്ഞതും മാധവന് വല്ലാതെ വിഷമമായി. അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. ലീലയും ആകെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ തന്റെ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ലീല പോയില്ല. അവിടെ തന്നെ ഇരുന്നു എന്തൊക്കെയോ ആലോചിച്ച് കരഞ്ഞുകൊണ്ട്. ആ സമയം അവിടെയുള്ളൊരു ഗൈഡ് പയ്യനാകട്ടെ ലീലയുടെ അടുത്തേക്ക് വരുന്നു. ലീലയോട് സംസാരിക്കുന്നു. കണ്ടപ്പോ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് അവന് മനസ്സിലായി. അവനും തമിഴ്നാട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ലീലയോട് സംസാരിക്കുന്നു. ലീലയെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പതിയെ ലീലയും അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആ സമയം മാധവൻ ജാനകിയോട് ലീല കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞതും താൻ അവിടെ നിന്ന് വിഷമിച്ച് പോരുന്നതും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ജാനകി പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആന്റി അങ്ങനെ സംസാരിച്ചതെന്ന് അച്ഛൻ ചോദിക്കാൻ എന്താണെന്ന്. മാധവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആ സമയം അയാൾക്ക് മറ്റൊരു കോള് വരുന്നു. അതാ അസോസിയേഷനിൽ നിന്നാണ്. ലീല ഇതുവരെയും ഗ്രൂപ്പിന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു മാധവൻ ആകെ ടെൻഷനിലായി. ജാനകിയോടും കാര്യം പറയുന്നു. എന്നിട്ട് ലീലയെ അന്വേഷിച്ച് നടക്കാൻ ആരംഭിച്ചു. ആ സമയം ലീലയാകട്ടെ ആ ഗൈഡ് പയ്യന്റെ കൂടെയായിരുന്നു. അവനോട് തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ചെറുപ്പത്തിലെ ലീലയ്ക്ക് ലീലയുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛന്റെ കൂടെ മിക്കപ്പോഴും അമ്പലങ്ങളിൽ പോകാറുണ്ട്. അമ്പലങ്ങൾക്ക് പെയിന്റ് അടിക്കുന്ന ജോലിയായിരുന്നു ലീലയുടെ അച്ഛന്. ദൂരെയുള്ള ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് ലീല എപ്പോഴും അച്ഛനോട് പറയാറുണ്ടായിരുന്നു. കാശിക്ക് പോകാമെന്ന് ലീലയുടെ അച്ഛൻ
അച്ഛനും പറയും. ചെറുപ്പം മുതലേ ലീലയ്ക്ക് എങ്ങനെ ഇവിടേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ കുട്ടിക്കാലത്തുള്ള ലീലയെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും ഇന്നും തന്റെ ഉള്ളില് ആ ലീലയുണ്ടെന്നും ആ ലീലയോടാണ് താൻ കൂടുതലും സംസാരിക്കുന്നതെന്നും അവർ ആ ഗൈഡിനോട് പറയുന്നു. അന്നത്തെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ലീലയെ പിന്നീട് എപ്പോഴോ അവർക്ക് സ്വയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ലീലയാകട്ടെ ആ ഗ്രൂപ്പിൽ നിന്നും കൂട്ടം തെറ്റി പോയതല്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പണ്ട് ആഗ്രഹിച്ച പോലെ ഈ സ്ഥലമൊക്കെ കാണണമെന്നും ഒരു ദിവസമെങ്കിലും താൻ ആഗ്രഹിച്ച പോലെ ജീവിക്കണമെന്നും വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പിൽ നിന്നും മാറിയത്. മാധവന്റെ കൂടെ ചെലവഴിച്ച സമയമെല്ലാം തന്നെ ലീല ഒരുപാട് ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ മാധവൻ അത് മനസ്സിലാക്കിയില്ലെന്നും വീണ്ടും തന്നെ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവിടാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെ ലീലയുടെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ലീല കണക്കും കാര്യങ്ങളും എല്ലാം മാധവനോട് പറഞ്ഞതും കാശ് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞതും. ഇതെല്ലാം മനസ്സിലാക്കിയ ഗൈഡ് പയ്യനാകട്ടെ ലീലയോട് പറയുന്നുണ്ട്, ആ മാധവനെ കണ്ടുപിടിച്ച് നിങ്ങളെ അയാളുടെ അടുത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഇവർ നടന്നു പോകുന്ന വഴിക്ക് ലീലയുടെ ഫോണും പേഴ്സും മോഷ്ടിച്ച കള്ളനെ കാണുന്നുണ്ട്. ലീല കള്ളന്റെ പിറകെ ഓടുന്നു. ആ ഗൈഡ് പയ്യനും ഒരു സൈഡിലൂടെ ഓടി. ലീല ഓടി ഓടി എത്തുന്നതാകട്ടെ ലീല അന്വേഷിച്ചു വരുന്ന മാധവന്റെയും ഗ്രൂപ്പിന്റെ അടുത്തേക്കായിരുന്നു. ആ ഗ്രൂപ്പിലെ ആൾക്കാർ മുഴുവൻ ലീലയെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. ഇവരിങ്ങനെ കറങ്ങി നടക്കുകയാണെന്നും ഇവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല, ഇവർക്ക് ബന്ധുക്കാരും എന്നൊക്കെ. ലീലയെ കാണാതായ സമയത്ത് ഗ്രൂപ്പിലെ അംഗങ്ങള് ലീലയുടെ മകനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെവിടെ പോയാലും തനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ മകൻ സംസാരിച്ചത്. ലീലയെ ആൾക്കാരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ മാധവന് സഹിച്ചില്ല. മാധവൻ പോയി ലീലയുടെ കയ്യിൽ പിടിക്കുന്നു. നാളെ രാവിലെ നിങ്ങൾ പോകുന്ന സമയത്ത് സ്റ്റേഷനിൽ ഇവരെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് മാധവൻ ലീലയും കൂട്ടി നടക്കുന്നു. ലീലയും ആഗ്രഹിച്ചത് അതായിരുന്നു. തന്നെ എന്തിനാ തനിച്ചാക്കി പോയെന്നൊക്കെ ചോദിച്ചിട്ട് ലീല പരിഭവം പറയായിരുന്നു. ആ സമയം ഗൈഡ് പയ്യൻ ലീലയുടെ പേഴ്സും ഫോണും കള്ളന്റെ കയ്യിൽ നിന്ന് വാങ്ങി തിരികെ കൊണ്ടു കൊടുക്കുന്നു. ആരതി കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആകണമെങ്കിൽ ഞാനിവിടെ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്, അവിടേക്ക് പോകാമെന്ന് മാധവൻ പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ലീല ഒന്നും കരുതിയില്ല. മടിയില്ലാതെ മാധവന്റെ കൂടെ പോയി. മാധവൻ ആദ്യം ഫ്രഷ് ആകാൻ കയറി. ആ സമയം ജാനകിയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ലീല അത് അറ്റൻഡ് ചെയ്യുന്നു. ജാനകി ലീലയോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നു. നാളെ രാവിലെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വന്ന് കാണാമെന്നും ജാനകി ഉറപ്പ് പറയുന്നു. മാധവൻ ഫ്രഷ് ആയതും അയാൾ വാങ്ങിക്കൊടുത്ത ഒരു സാരി എടുത്തുകൊണ്ട് ലീല ഫ്രഷ് ആകാൻ കയറി. എന്നാൽ അതിനു മുമ്പ് മാധവനോട് പറയുന്നുണ്ട് തനിക്ക് തലയിൽ വെക്കാൻ പൂ വാങ്ങിയിട്ട് വരാൻ. അത് കേട്ടപ്പോൾ മാധവൻ ചിരിക്കുന്നുണ്ട്. അയാൾ ഒന്നും മിണ്ടാതെ പോയി പൂ വാങ്ങി അവർക്ക് കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആരതി കാണാൻ പോയി. ലീലയെ കണ്ടുകിട്ടിയ ശേഷം മാധവന്റെ സംസാരത്തിലെ സന്തോഷമെല്ലാം തന്നെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ജാനകിക്കും മനസ്സിലായി. അച്ഛന് ഇഷ്ടമാണെങ്കിൽ ലീലയച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തന്നെയായിരുന്നു ജാനകിയുടെ തീരുമാനം. അവർ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും ആഹാരമൊക്കെ കഴിക്കുന്നു. ആരതി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് മാധവൻ പറഞ്ഞപ്പോൾ ലീല പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹമെന്ന്. മാധവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. ലീലയും കൂട്ടി ആ നദിയുടെ അരികിലിരുന്നു. ആ സമയം കുറച്ച് പയ്യന്മാര് ഓടക്കുഴല് വായിക്കുകയും ചില സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടത് മാധവൻ അവരോട് പോയി എന്തോ ചെവിയിൽ പറയുന്നു. അടുത്ത നിമിഷം ആ ആൾക്കാരാകട്ടെ ലീലയെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു. ഞങ്ങൾ പാടാൻ പോകുന്ന പാട്ടിന് നിങ്ങൾ നൃത്തം ചെയ്യണമെന്ന് പറയുന്നു. ലീല ആദ്യമൊക്കെ നോ പറയുന്നുണ്ട്. എന്നാൽ മാധവൻ നിർബന്ധിക്കുന്നു. പണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ആ നൃത്തം അവരിന്ന് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. വിവാഹശേഷം അവരുടെ ഭർത്താവ് സമ്മതിക്കാത്തത് കാരണം എല്ലാം നിർത്തിവെച്ചതായിരുന്നു. ഇന്ന് മാധവൻ നിർബന്ധിച്ചപ്പോൾ അവർ വീണ്ടും നൃത്തം ചെയ്തു. അങ്ങനെ നടന്ന് ഇവർ രാവിലെ ഉണ്ടായിരുന്ന സ്ഥലത്തെത്തുന്നു. രാവിലെ ആ ചായക്കടക്കാരൻ നോക്കുമ്പോൾ ലീല കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ അവരുടെ മുഖത്ത് ഇത്രയധികം സന്തോഷം. നിങ്ങൾ ശരിക്കും ഒരു ദിവസം കൊണ്ട് വല്ലാതെ മാറിയെന്ന് ആ കടക്കാരൻ ലീലയോട് പറയുന്നു. പിന്നീട് ലീല ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ മാധവൻ അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഒടുവിൽ നദിക്കരയിലുണ്ടായിരുന്ന ഒരു വഞ്ചിയിൽ കയറി ഇവർ രണ്ടുപേരും കിടക്കുന്നു. ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ലീല ചോദിക്കുന്നത്. എന്റെ ഉള്ളിൽ ഇപ്പോൾ എന്തൊക്കെയോ ഫീലിംഗ്സ് ഉണ്ട്. ഇതുപോലൊരു ഫീലിംഗ്സ് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ലീലയ്ക്ക് അങ്ങനെ ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം ഭർത്താവിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ആ ഒരു ഇഷ്ടം ലീലയ്ക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതെ പോയ സ്നേഹം ഒരു ദിവസം കൊണ്ട് മാധവനിൽ നിന്ന് ലീലയ്ക്ക് കിട്ടി. ഈ പ്രായത്തിൽ ഇതൊക്കെ തെറ്റാണോന്നൊക്കെ ലീല സ്വയം ചോദിക്കുന്നു. ലീല ഡാൻസ് ചെയ്ത സമയത്ത് ആ പയ്യന്മാര് കുറച്ച് കാശ് ലീലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാശ് വെച്ച് മാധവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ലീലയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നിങ്ങളെ കാണാൻ എങ്ങനെയായിരുന്നു എന്ന് ലീല ചോദിച്ചതും മാധവൻ തന്റെ പഴയൊരു ഫോട്ടോ എടുത്ത് ലീലയെ കാണിക്കുന്നു. ആ ഫോട്ടോ താൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ലീല കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടാ, എന്തെങ്കിലുമൊക്കെ കഥ പറയാൻ ലീല മാധവനോട് പറയുന്നു. തനിക്ക് അറിയാവുന്ന കഥകളൊക്കെ അന്ന് രാത്രി മാധവൻ ലീലയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ എപ്പോഴും ഉറങ്ങി. രാവിലെ നമ്മളെ കാണിക്കുന്നത് ലീല പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന മാധവനെയാണ്. പതിയെ മാധവന്റെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു ലീല. അയാൾ അപ്പോഴും ഗാഢമായ നിദ്രയിൽ തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പതിയെ മാധവൻ കണ്ണു തുറക്കുന്നു. അയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ലീല ഉറങ്ങുകയാണ്. ശരിക്കും അയാൾക്ക് തോന്നിയതാണ് ലീല തന്റെ തലയിൽ തലോടുന്നതായിട്ട്. സമയത്രയായില്ലേ എഴുന്നേൽക്കണ്ടേന്ന് ലീലയോട് ചോദിച്ചതും ലീലയ്ക്ക് അനക്കമുണ്ടായിരുന്നില്ല. മാധവൻ അവരെ തട്ടി വിളിച്ചു നോക്കി. അപ്പോഴും ലീല ഉറക്കത്തിലാണ്. മാധവന് മനസ്സിലായി ലീല എന്നേക്കുമായി ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. അവർ മരിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ആകെ തകർന്ന് കരയിലേക്ക് കയറുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോലീസുകാരെത്തി. ആൾക്കാരൊക്കെ തടിച്ചുകൂടി. ലീലയുടെ ഡെഡ് ബോഡി എടുത്ത് അവർ പരിശോധിക്കുന്നു. ലീലയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടേക്ക് വന്നു. ലീലയെ കാണാൻ വേണ്ടി ജാനകി വന്നപ്പോൾ കണ്ടത് അവരുടെ ശവശരീരമാണ്. തകർന്നിരിക്കുന്ന അച്ഛനെ കണ്ട് എന്ത് ആശ്വസിപ്പിക്കണമെന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു ജാനകി. ഫോർമാലിറ്റി
ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി ലീലയുടെ മൃതദേഹം അവിടെ വെച്ച് തന്നെ അടക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു. ജാനകിയും മാധവനും ചേർന്നാണ് അതെല്ലാം ചെയ്യുന്നത്. ലീലയുടെ കയ്യിലുണ്ടായിരുന്ന മാധവന്റെ ഫോട്ടോയും അയാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ലീല കയ്യിൽ കരുതിയിരുന്ന കാശുമെല്ലാം തന്നെ ജാനകി മാധവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മാധവൻ അവിടെ ഇരിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ട് ആ തോണിയിലിരുന്ന ലീല ദൂരേക്ക് അകന്നു പോകുന്നതായിട്ട്. നിറകണ്ണുകളോടുകൂടി അത് നോക്കി നിൽക്കുന്ന മാധവനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.